ഗസയിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ സൈന്യം. ഇന്നലെ മാത്രം 43 പേരാണ് കൊല്ലപ്പെട്ടത്. പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വിവരണാതീതമാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇതുവരെ 4.5 ലക്ഷത്തിലധികം പേർ വടക്കൻ ഗസയിൽ നിന്നും പലായനം ചെയ്തതായി ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2 വർഷത്തിനിടെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കടുത്ത ആക്രമണങ്ങൾക്കാണ് ഗസ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ടാങ്കുകളും കവചിത വാഹനങ്ങളും പോർ വിമാനങ്ങളും നഗരം വളഞ്ഞ് ആക്രമണം തുടരുകയാണ്. പ്രദേശത്തെ ജനങ്ങളോട് ഉടനടി അൽ റാഷിദ് തീരദേശ റോഡിലൂടെ തെക്കൻ ഗസയിലേക്ക് നീങ്ങാനും ഇസ്രായേൽ സൈനിക വക്താവ് ആവശ്യപ്പെട്ടു. പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന നിരക്ക് മൂലം വാഹനം വാടകയ്ക്കെടുക്കാനാകാത്ത അവസ്ഥയാണ്. ജീവിതത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാശത്തിന്റെ അവസ്ഥയാണ് ഗസയിലുള്ളതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അതിനിടെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് വീഡിയോ ലിങ്ക് വഴി ലോക നേതാക്കളുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭ അനുമതി നൽകി. ഗസയിൽ വെടിനിർത്തലിനായുള്ള UN പ്രമേയത്തെ എതിർത്ത അമേരിക്കൻ നടപടിയെ പരോക്ഷമായി വിമർശിച്ച് റഷ്യയും രംഗത്തെത്തി. ഗസയിലെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ UN കഴിയാത്തത് നിരാശാജനകമെന്നായിരുന്നു പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.